പാർക്കിംഗ് ആണ് പ്രശ്നം. കാരണം നമ്മൾ റിവേഴ്സിൽ വരുമ്പം പുറകിലുള്ള കാഴ്ച നമുക്ക് കിട്ടത്തില്ല അധികം മുന്നിൽ കിട്ടുന്ന പോലെ. അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ പാരൽ പാർക്കിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ആ ഫസ്റ്റ് പില്ലറിനോട് ചേർന്ന് തിരിയാനായിട്ട് നോക്കുക. ഇവിടെ ഫസ്റ്റ് പില്ലറിനോട് മാക്സിമം ചേർന്ന് തിരിയാഞ്ഞെന്ന് പറഞ്ഞാൽ ഗേറ്റിന് വീതിയുണ്ട്. രണ്ടാമത് അകത്തോട്ട് വരുമ്പം പോർച്ചിന് വീതി കുറവാണ് അകത്തോട്ട് കയറുമ്പോൾ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ചേർന്ന് തന്നെ ആ രണ്ടാമത്തെ പില്ലറിനോട് മാക്സിമം ചേർന്ന് തന്നെ തിരിയണം. ഇപ്പം നമ്മൾ ആ രണ്ടാമത്തെ പില്ലർ ലെഫ്റ്റ് സൈഡിൽ മിററിൽ കൂടെ കണ്ടപ്പോൾ നമ്മുടെ വണ്ടിയുടെ വീല് നേരെയാക്കി എന്ന് പറഞ്ഞാൽ കാരണം അത് മാക്സിമം നമുക്ക് ചേർന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആശാൻ തന്നെ കണ്ടില്ല, തല വെളിയിലിട്ടൊരു ഡൗട്ട് കാരണം തട്ടുകയോ ഇല്ലെന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒറ്റക്കാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ആ പില്ലർ ഗേറ്റിനകത്തോട്ട് ബാക്ക് വീല് കയറിയെന്ന് ഉറപ്പ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ലെഫ്റ്റിലോട്ട് സ്റ്റിയറിങ് ഫുള്ള് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമുക്ക് പേടി എന്ന് പറഞ്ഞ ഒരു ഹമ്പുണ്ട് അവിടെ ഒരുപാട് ആക്സിലേറ്റർ കൊടുത്ത വണ്ടി ഓടിപ്പോവുക എന്നുള്ള ടെൻഷനാണ്. അവിടെ നമ്മൾ എന്തുവാ ചെയ്തത്, പതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് കയറി ബാക്ക് ലെവലിൽ വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് മിററിൽ കൂടെ ബാക്ക് നല്ല രീതിയിൽ വിഷ്വൽ കിട്ടണം. അവിടെ ആ വിഷ്വൽ കിട്ടിയ ഉടനെ നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ വീല് നേരെയാക്കുള്ളൂ. ഇവിടെ നമുക്കത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നേരമായിട്ടും വീല് നേരെയാക്കാത്തത്. വീണ്ടും നമ്മൾ പുറകോട്ട് ഇറക്കുന്നതാണ്. അപ്പോൾ ഈ പാരൽ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. കാരണം പല സാഹചര്യത്തിലും പല രീതിയിലാണ് കിടക്കുന്ന വണ്ടി. അപ്പോൾ പോർച്ചിലോട്ട് കയറ്റുമ്പോൾ ആ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ തിരിക്കുന്നത്. നമ്മൾ എത്ര തിയറി പറഞ്ഞു തന്നാൽ പോലും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.